ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലക്ഷ ടൈം. എനിക്കൊരു 10 CD മുള്ളൻ കിട്ടി. അത് 5 ഫ്രൈ ചെയ്തു, 5 കറി വെച്ചു. അത് കാണാം നമുക്ക്. ഞാൻ മുളകും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പും 4-5 കറി ലീഫും കൂടെ ചേർത്ത് അരച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മീനിൽ പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം നന്നായിട്ട് മസാലകളെല്ലാം പിടിച്ച് കാണും. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പം നന്നായിട്ട് മസാല പിടിച്ച് കാണും. തവ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്ക് ആ മീൻ അങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. മീൻ എണ്ണയിലേക്ക് ഇടുന്ന സൗണ്ടൊന്നും വരത്തില്ല, കാരണം ഞാനത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. സൗണ്ട് ഓഫാക്കി വെച്ചിരിക്കുക. ഇവിടെ ഓപ്പൺ കിച്ചൺ ചെയ്യുന്നത് കാരണം ടൈലൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ടും വർക്കേഴ്സിൻ്റെ സൗണ്ടൊക്കെ കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അത് കാരണം ഞാൻ സൗണ്ട് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ചട്ടിയിൽ ഞാൻ CD മുള്ളൻ്റെ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്, അടുപ്പിലിരിക്കുകയാണ് കേട്ടോ. അത് മുളകും ഒരല്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചെറിയുള്ളിയും ഇതെല്ലാം കൂടെ അരച്ചാണ് ഞാൻ. ഒരു പിടി തേങ്ങ കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഒരു പിടി തേങ്ങയും കൂടെ അരച്ചാണ് ഞാൻ മിക്സ് ചെയ്ത് ഞാൻ അരപ്പ് കലക്കി മീനിട്ട് തിളച്ചപ്പോൾ മീനിട്ട് അതിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി താളിക്കണമെങ്കിൽ താളിച്ചെടുക്കാം, അല്ലാതുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കീറിയിട്ട് കറിയെടുക്കാം. ഒരു ചട്ടിയിൽ ഞാനിപ്പോൾ കാണിച്ചത് CD മുള്ളൻ 3 കൂടെ ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് മസാല പുരട്ടി വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണിച്ചത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് സീസൺ അനുസരിച്ചേ വരത്തുള്ളൂ. ഇതെനിക്ക് ഇങ്ങനെ മുറിച്ച് ഫ്രൈ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇത് അതുപോലെ തന്നെ CD ആ വലിപ്പത്തിൽ തന്നെ വരഞ്ഞ് മസാല പുരട്ടി വറുത്തെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അങ്ങനെ കൊടുക്കണമെന്നാണ് എനിക്കിഷ്ടം. അത് കാരണം ഞാൻ കട്ട് ചെയ്യാതാണ് ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നത്. കറി നന്നായിട്ട് തിളച്ച് പാകമാകാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ പിന്നെ ഇങ്ങനെയുള്ള കറിക്കൊക്കെ ടേസ്റ്റ് കാണുകയുള്ളൂ. ചിലർ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ലാസ്റ്റ് എടുക്കും. അല്ലാത്തുള്ളവർ ഉള്ളിയൊക്കെ ഇട്ട് താളിച്ച് പിന്നെ ഉലുവയൊക്കെ ഇട്ട് താളിച്ച് കറിവേപ്പിലയും വലിയ മുളകൊക്കെ ഇട്ട് താളിച്ചെടുക്കാറുണ്ട്. ഞാനിപ്പോൾ പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കീറിയിട്ടാണ് ഞാൻ ഇറക്കുന്നത്. ഇത് CD മുള്ളൻ കറിയും ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.